These three things will make your personality exceptional and attractive. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, യൂണിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ദിസ് വീഡിയോ ഇസ് ഫോർ യു. ബിഫോർ ദാറ്റ്, ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് awesome today. നമ്മൾ മറ്റുള്ള ആളുകളുടെ അറ്റൻഷന് വേണ്ടി, മറ്റുള്ള ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പീപ്പിൾ പ്ലീസർ ആയിട്ട് നിൽക്കുക എന്നുള്ളത്, അല്ലെ? നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളുടെ അട്രാക്ഷന് വേണ്ടി നമ്മൾ അവരുടെ മുന്നിൽ അവര് പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. സോ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്താൽ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെ? ഇങ്ങനെ നമ്മൾ മറ്റൊരാളുടെ അറ്റൻഷൻ, അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ അവരുടെ ലൈഫിൽ ഒരു ഡോള് പോലെയാണ്, ഒരു പാവേന പോലെയാണ്. അവരെന്തൊക്കെ പറയുന്നോ അല്ലെങ്കിൽ അവരെ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു പാവയായിട്ട് മാറുകയാണ് നമ്മൾ മറ്റൊരാളുടെ ലൈഫിൽ. അവിടെ നമ്മളെ തന്നെ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? പല ആളുകളും പറയുന്ന കാര്യമാണ്, ഞാൻ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും, ഞാൻ എങ്ങനെയൊക്കെ നിന്നിട്ടും അവരെന്റെ ലൈഫിൽ നിന്നില്ല, അവരെന്നെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തു, അവരെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകള് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണം, അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ സ്വയം മറന്നിട്ട് മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ദുഃഖം മാത്രം ഉണ്ടാവുന്നത്, നമുക്ക് അവിടുന്ന് സങ്കടങ്ങൾ മാത്രം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവിടുന്ന് നിരാശ മാത്രം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓത്തന്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അല്ല, സിറ്റുവേഷൻസ് അല്ല നമ്മൾ അവിടെ കാണിക്കുന്നത്. നമ്മളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് മനഃപൂർവ്വം മറച്ചു വെക്കാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. മേ ബി നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം. മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. അത് മേ ബി നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അവർക്കത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, സോ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാളും അവിടെ വന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന സമയത്തും അവിടെ നമ്മൾ ഓക്കെ ആണോ, നമുക്കത് ശരിയായിട്ടാണോ വരിക, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണോ, അത് എടുത്താൽ നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ ഓക്കെ ആയിരിക്കോ എന്നുള്ളത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള ആളുകളുടെ അറ്റൻഷന് വേണ്ടി, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് യാതൊരു അട്രാക്ഷനും കൊണ്ടുതരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഇറ്റ്സ് അബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് ടൈം. ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടൈമും എഫേർട്ടും വേസ്റ്റ് ആക്കാതിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ഗ്രേറ്റ് അട്രാക്ഷൻ നമ്മൾ കാണുന്ന ആളുകളുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങളെ കാണുന്ന ഓരോ ആളുകൾക്കും അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, നിങ്ങളുടെ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ മറ്റുള്ള ആളുകളുടെ അട്രാക്ഷന് വേണ്ടി, അറ്റൻഷന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മളുടെ ഉള്ളിൽ തന്നെ വരുത്തുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ, അട്രാക്ഷൻ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും ആൻഡ് നിങ്ങളുടെ ലൈഫിൽ, മെയിൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു മേജർ ചേഞ്ചസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. നമ്പർ 1, ടേക്ക് ചാർജ് ഓഫ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാന്നുള്ളത്, ഈ ഒരു മൊമെന്റിൽ നമ്മൾ എങ്ങനെയാന്നുള്ളത്, നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ ക്വാളിറ്റീസ് എന്താന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്ക് ആക്ച്വലി നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് വരുള്ളൂ, നമ്മളത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുള്ളൂ. ഓൾറൈറ്റ്, നമ്മുടെ കുറവുകൾ എന്താന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അതിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഒരു സെൽഫ് അനലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അവരുടെ പെരുമാറ്റം, അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെ, അവരെ പ്രസന്റ് ചെയ്യുന്ന രീതി, അവരുടെ ജസ്റ്റേഴ്സ് ഒക്കെ അവരുടെ ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? ചില ആളുകൾ ചില വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിയെ വലിയ രീതിയിൽ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരിക്കണം. ആ വ്യക്തി അവരുടെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടന്റ് എന്നുള്ള
രീതിയിലായിരിക്കാം സംസാരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കണം. ആ വ്യക്തി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ പറ്റി മറ്റൊരാളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കുക അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെ? ആ വ്യക്തിയുടെ കുറ്റങ്ങളോ കുറവുകളോ ആയിരിക്കാം പറയുന്നുണ്ടായിരിക്കുക, അല്ലെ? നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അത് ആരോട് പറയുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ സ്വഭാവം ഇങ്ങനെ എടുത്തു കാണിക്കുന്ന, പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ബിഹേവിയർ ആണ് അത്. ഓക്കെ, സോ ഇതുപോലെ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല, പക്ഷെ നമ്മൾ ആ ഒരു സെൽഫ് അനലൈസേഷൻ എപ്പോഴും നമ്മൾ സ്വയം നടത്തണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സൊക്കെ, ഇതൊക്കെ നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടെ ഒരു പെരുമാറ്റത്തിൽ എടുത്തു കാണിക്കുന്ന കാര്യമാണ്, അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും മാറ്റാവുന്ന കാര്യങ്ങളുമാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ സ്വഭാവത്തില് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത്? അത് നിങ്ങൾക്ക് മനസ്സിന് എത്ര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുന്നിൽ പോയിട്ട് അയ്യോ എനിക്ക് ഭയങ്കര കാര്യമാണ്, നിങ്ങളെ വലിയ സ്നേഹമാണെന്ന് പറയുന്നത് നമ്മൾ അവരുടെ അടുത്ത് ചെയ്യുന്ന തെറ്റല്ല, അത് നമ്മളെ അടുത്ത് ചെയ്യുന്ന ഒരു തെറ്റാണ്. അത് നമുക്കൊരു സ്വയം ഒരു ഇംപ്രഷൻ, നമുക്ക് നമ്മളെ പറ്റിയിട്ടേ ഒരു ഇംപ്രഷൻ നമുക്കത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിന് ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചെയ്യുന്ന കാര്യത്തിന് നമുക്കൊരു സന്തോഷം നമുക്ക് ഉണ്ടാവണം. സോ ഇതുപോലെ നമ്മളുടെ മനസ്സിന്റെ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്തും നമ്മളത് മനസ്സിലാക്കി നമ്മളെ തിരുത്തി നമ്മുടെ ഒരു ബെസ്റ്റ് സ്വഭാവമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് സ്വയം ഒരു ഇംപ്രഷൻ തോന്നുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി. നമ്മുടെ ഒരു അപ്പിയറൻസ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അപ്പിയറൻസ് ഇസ് മാറ്റർ. നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രൊജക്ട് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വർക്ക് പ്ലേസിൽ പോകുന്ന സമയത്ത്, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഒരു ഡേറ്റിങ്ങിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റുള്ള ആളുകളുടെ അറ്റൻഷന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണോ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റൈൽ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ജെസ്റ്റേഴ്സ് ആയിരിക്കാം, അവിടെ നിങ്ങൾ കംഫർട്ടബിൾ ആണോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണോ, അത് മറ്റുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കാര്യമാണോ, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാറ്റം ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ദോഷമായിട്ട് വരാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു അപ്പിയറൻസിൽ, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരിക. നമുക്ക് അവിടെ സന്തോഷം ഉണ്ടാവണം നമ്മൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. എസ്പെഷ്യലി നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക, നമുക്ക് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ചില ആളുകൾക്കുണ്ട്, ചിലത് നമുക്ക് എന്തൊക്കെ ചെയ്താലും മാറ്റം വരുത്താൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെ? അത് നമ്മളുടെ ഒരു ഡിസബിലിറ്റി ആയിരിക്കാം, നമ്മളുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നമ്മുടെ ശരീരത്തിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊരു കുറവായിട്ട് നമ്മൾ തന്നെ കാണാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു കുറവിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ പേഴ്സണാലിറ്റിന്റെ അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു അട്രാക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു കുറവിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളില് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് എക്സെപ്ഷണലാക്കി വെക്കുന്ന ഒരു കാര്യമാണ്, വളരെ അട്രാക്റ്റീവ് ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് നമ്മളെ സ്വയം കാണുന്ന സമയത്ത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ചെയ്യണം. അത് മേ ബി നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കാം. ഇത് നമ്മൾ വലിയൊരു അട്രാക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മളെ പ്രസന്റ് ചെയ്യുന്നത്, നമ്മുടെ ശരീരവും മനസ്സും എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ അടുത്ത് പെരുമാറുന്നത്, നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയുള്ളതാണ് എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ദേഷ്യം മനസ്സിൽ വെച്ച്, എന്തെങ്കിലും ഒരു വിഷമമുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്തും പെരുമാറരുത്. നിങ്ങൾക്ക് അങ്ങനെ വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ ഓപ്പൺ ആയിട്ടും പറഞ്ഞ് മനസ്സിലാക്കാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക. വീണ്ടും അതേ കാര്യം തന്നെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. അത് ഡെഫിനറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, ഓർ അത് ബ്ലോക്ക് ചെയ്യുക, അതിലേക്ക് വീണ്ടും വരാതിരിക്കുക എന്നുള്ളതാണ്. Number 2, choose the personality that you want to become. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇംപ്രസ് ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഓക്കെ, അത് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒത്തന്റിക് പേഴ്സണാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഇൻസ്പയർ ചെയ്യുന്ന
വ്യക്തിത്വമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ മേ ബി മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഓർ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റോൾ മോഡലിനെ ചൂസ് ചെയ്യാൻ, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഇതുപോലെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു റോൾ മോഡലിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഐ എം നോട്ട് ആസ്കിങ് യു ടു ഇമിറ്റേറ്റ് സംബഡി. നിങ്ങൾ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ നമുക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന പല പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം അല്ലെ. നമ്മളുടെ ഒരു ഓത്തന്റിക് ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്വഭാവങ്ങളൊക്കെ മറ്റുള്ള ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുക. അതുപോലത്തെ കാര്യങ്ങൾ, അതുപോലത്തെ മാറ്റങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം. നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, നമ്മൾ ഇനി മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആളുകളുടെ മുന്നിൽ പോകുന്ന സമയത്ത് പെരുമാറുക, ഇനി മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും എന്നെ പ്രസന്റ് ചെയ്യുക. നമ്മൾ മിക്ക ആളുകളും ഓരോ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, വീടിനകത്ത് നിന്ന് നമ്മൾ പല കാര്യങ്ങളും വലിയ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. അത് മേ ബി നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ആയിരിക്കാം. അത് ഓക്കെ, ഇന്ന് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകും. എന്ത് സംഭവിക്കും, നമ്മൾ ഒരു പഴയ വേർഷനിലേക്ക് തന്നെ വരും അല്ലെ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു വേർഷനിലേക്ക് തന്നെ നമ്മൾ പോകും. കാരണം നമുക്ക് ആ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമാണ്, കാരണം അത് നമുക്ക് യൂസ്ഡ് ആയിട്ടില്ല അല്ലെ. നമുക്കത് അതിലേക്ക് കംഫർട്ട് ആയിട്ട് നമ്മൾ വന്നിട്ടില്ല, അത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് മേ ബി മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും, എന്തെങ്കിലും പറയോ, നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് കോൺഷ്യസ് ആവുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആക്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇതുപോലത്തെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, റിയാക്ഷൻ, മേ ബി ആളുകള് നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഫെമിലിയർ അല്ല. സോ ആ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഒരു പേടി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാന്നുണ്ടെങ്കിലും, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കാതെ. ഈ ഒരു ബ്രേക്ക്, ഈ ഒരു ബോക്സ്, ഈ ഒരു സർക്കിൾ ആക്ച്വലി നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ, ഇങ്ങനത്തെ കംഫർട്ട് സോൺ മേ ബി നമുക്ക് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല, പക്ഷെ നമുക്കത് ശീലമാണ്, അത് വിഷമാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റവും ഇല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ശീലമായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് കംഫർട്ടായിട്ട് നമ്മൾ ചില കാര്യത്തിലൊക്കെ നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഗ്രോത്ത് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരിക, എക്സ്പ്ലോർ ചെയ്യുക. നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. നിങ്ങൾ എത്ര ഇൻസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം മറ്റുള്ള ആളുകളിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി നമ്മൾ കൂടുതൽ മനസ്സിലാക്കും, കാരണം നമ്മൾ കുറച്ചുകൂടെ നമ്മൾക്ക് വേണ്ടി കോൺഷ്യസ് ആവുകയാണ്. സോ നമ്മളുടെ ഹിഡൻ ആയിട്ടുള്ള ടാലൻസ്, ഹിഡൻ ആയിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മൾ നാച്ചുറലി കണക്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് നാച്ചുറലി നമ്മുടെ ഒരു ഓത്തന്റിക് സെൽഫിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നില്ല, നമ്മൾ ആരും ഇംപ്രസ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനോ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മളായിട്ട് നിൽക്കാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ആ ഒരു ഇനീഷ്യൽ ടൈമിൽ എല്ലാവർക്കും നമ്മളുടെ മാറ്റം വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകള് നമ്മളെ കളിയാക്കും, ചില ആളുകള് നമ്മള് എടുത്ത് ദേഷ്യപ്പെടുകയായിരിക്കാം, എന്താണ് കാണിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചില ആളുകൾ നമ്മളെ വലിയ രീതിയിൽ കളിയാക്കും, എന്താണ് കാണിക്കുന്നത്, എന്ത് മണ്ടത്തിലാണ് കാണിക്കുന്നത്, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ലെറ്റ് ദം ടോക്ക്. നമുക്ക് മറ്റുള്ള ആളുകള് എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത് എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഇമോഷൻസിനെയാണ്, നമ്മൾ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അതിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളുടെ അപ്രോച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് മാറും. ഈ പറയുന്ന ആളുകൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നാച്ചുറലി റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, പുതിയ ആളുകള്, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്പർ 3 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് അത്. ഇത് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് നമ്മുടെ ഒരു റിയൽ വേർഷനിലേക്ക്, നമ്മുടെ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് കണക്ട് ചെയ്യാനും
വലിയൊരു അട്രാക്ഷനും വലിയൊരു യൂണിക്നെസ്സും നമ്മൾക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി മറ്റുള്ള ആളുകളിൽ നിന്നും എക്സെപ്ഷണൽ ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്, അട്രാക്റ്റീവ് ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്വയം, അല്ലെങ്കിൽ ഒന്നുകൂടി ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സോളിനെ അതിന്റെ ഇന്റൻഷൻ, അതിന്റെ ഒരു ബർത്ത് ഇന്റൻഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയാം, നമ്മൾ ഓരോ ബർത്തിലേക്ക് വരുന്ന സമയത്തും നമ്മുടെ സോളിന് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു മിഷൻ. ചില ആളുകൾക്ക് എന്തെങ്കിലും മേജർ മിഷൻ ഉണ്ടായിരിക്കണം, അവര് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അവരുടെ ഒരു ടാലന്റ് ആയിരിക്കാം, ചില ആളുകൾക്ക് അവരുടെ ഒരു കാർമിക് സിറ്റുവേഷൻ അവരെങ്ങനെ അത് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരുന്നുള്ളതായിരിക്കാം, അവരുടെ ഒരു ഡിസബിലിറ്റി, അവരുടെ ഒരു ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതായിരിക്കാം. ഓക്കെ, സോ നമ്മുടെ ബർത്തിന് ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള ചില ഇന്റൻഷൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഓരോ ബർത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മളൊരു കുട്ടിയായിട്ട് ജനിക്കുന്ന സമയത്ത് നമ്മളുടെ ഇതുപോലെ സോളിന്റെ ഇന്റൻഷൻ എന്താ എന്നുള്ളത്, നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മുടെ സ്വഭാവം എങ്ങനെയൊക്കെയായിരിക്കാം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, എങ്ങനെയൊക്കെയായിരിക്കാം അത് ഡെവലപ്പ് ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഡെഫിനറ്റ്ലി നമ്മൾ വളർന്നു വന്നിട്ടുള്ള ചുറ്റുപാട്, നമ്മുടെ പാരന്റ്സിന്റെ ബിലീഫ്, അവരുടെ വിശ്വാസങ്ങളും അവരുടെ ശീലങ്ങളും അവരുടെ കാഴ്ചപ്പാടുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാം, അല്ലെ? പിന്നീട് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരും. ചില ആളുകൾക്ക് അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ എന്താണ് ആവേണ്ടത്, എന്താവാൻ പാടില്ല എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് ഓരോ ടൈമില് ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ ചില ആളുകൾ അത് ലൈഫ് ലോങ് കണക്ട് ചെയ്യാതെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിന്റെ വഴിക്ക് പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് യാതൊരു വലിയൊരു എയിമും ഇല്ലാതെ എങ്ങനെയാണോ ജീവിതം പോകുന്നത് അങ്ങനെ തന്നെ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ആ ഒരു വലിയൊരു ഡിസയർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വലിയൊരു ഫോഴ്സ് ഉണ്ടായിരിക്കണം, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇങ്ങനെയല്ല, നമ്മളിവിടെയല്ല നിൽക്കേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, ആക്ഷൻ എടുക്കൂ, മാറൂ, ചേഞ്ച് ചെയ്യൂ എന്നൊക്കെ പറയുന്ന അത്ര വലിയൊരു ഫോഴ്സ് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? സോ ചില ആളുകൾ അത് ഫോളോ ചെയ്യും, അവരുടെ ലൈഫിൽ അങ്ങനത്തെ ആക്ഷൻസ് എടുക്കും, ആൻഡ് ലൈഫിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലെ? ഇതൊക്കെ ഓരോ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും വലിയ സ്ട്രോങ് ആയിട്ടുള്ള മിഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മേ ബി അവർ പോകേണ്ടതായിട്ടുള്ള ചില കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, അവർ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് എന്റെ ജീവിതം ഇങ്ങനെയാണ്, എന്റെ കർമ്മ ഇങ്ങനെയാണ്, ഞാനിതൊക്കെ അനുഭവിച്ചിട്ടേ പോവാൻ പാടുള്ളൂ എന്ന് പറയും, അല്ലെ? പക്ഷെ എത്ര ആളുകൾക്കറിയാം നമ്മളത് റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളുടെ സിറ്റുവേഷൻ റിപ്പീറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മയായിരിക്കാം, നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കാം, അത് വീണ്ടും 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 അതേ പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി, ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രൂത്ത്, അതാണ് നമ്മുടെ ഒരു സോൾ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്വയം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ, ആ ഒരു കുറവൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു രീതിയിലുള്ള ഒരു അട്രാക്ഷൻ, നമ്മൾ സ്വയം ഇംപ്രസ്ഡ് ആവും. നമ്മളുടെ ഒരു മാറ്റം, നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ, അതിൽ നമ്മൾ സ്വയം ഇംപ്രസ്ഡ് ആവും. എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടാവുന്ന സമയത്ത് വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിന്ന് പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? പക്ഷെ അങ്ങനത്തെ ഒരു ഡിസബിലിറ്റിന്നും അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻസും കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? പല ആളുകളും എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അവരുടെ ഒരു ഇന്നർ ടാലന്റ്, അവരുടെ എല്ലാ കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടായിരിക്കണം. വലിയൊരു ഇൻസ്പിറേഷണൽ ആവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു പോയിന്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം, നമുക്ക് ജനിക്കുന്ന സമയത്തെ നമ്മളുടെ ഒരു സോൾ എന്താണെന്നുള്ളത്, നമ്മുടെ സോളിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ നമ്മൾ പോകുന്ന വഴിക്ക്, നമുക്ക് ജീവിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായിരിക്കാം. ചിലതൊക്കെ കാണുന്ന സമയത്ത്, ചിലത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആവണം, എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ജീവിതം, അല്ലെ? സോ ഇങ്ങനെ നമ്മളുടെ സോൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓരോ സാഹചര്യത്തിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സ്വയം നമ്മളെ കണക്ട് ചെയ്യാൻ സാധിക്കണം. ലൈഫിൽ എന്ത് സംഭവിക്കുന്ന സമയത്തും അത് നമ്മൾ കൂടുതൽ നമ്മളെ തിരിച്ചറിയാനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഒരു കാര്യം ഒരു റീസൺ ഇല്ലാതെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ലൈഫിൽ ഓരോ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്തും അത് നമ്മളെ കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്തോ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ദുരന്തമായിട്ട് എടുക്കാതെ അതൊരു ഇൻസ്പിറേഷണൽ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതൊരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അത് എന്ത് ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾക്കുള്ള ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയി നിൽക്കാതെ അത് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ
പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് മീ, അതിനേക്കാൾ വലിയൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാനില്ല. സോ നമ്മളുടെ സോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ആക്ഷൻ എന്നാണ് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ മിസ്റ്റേക്സ് എന്നുമാണ് നമ്മൾ പഠിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് ലൈഫ് ലോങ് സങ്കടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താനുള്ള അവസരം കൂടെ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, കാരണം ചിലത് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ചിലത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ അതെന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ ഓരോ കാര്യത്തിനും ഓരോ റീസൺ ഉണ്ട്. ഓരോ കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നതിനും ഒരു കാരണം ഉണ്ടാവുന്നുണ്ട്. അവിടെ എന്തോ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും വേണ്ടി. ഈ 3 കാര്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്കാണ് ഫോക്കസ്ഡ് ആവുന്നത്, നിങ്ങളിലേക്കാണ് എൻഗേജ്ഡ് ആവുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല, നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മറ്റുള്ള ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പോളിഷ് ചെയ്ത് കൊണ്ടുവരികയാണ്, നിങ്ങളെ സ്വയം ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ഒരു സോളിന്റെ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്ത് കൊണ്ടുവരികയാണ്, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ പ്രോബ്ലം സോൾവിങ്. നിങ്ങളുടെ സോൾ എന്താണ്, സോളിന്റെ ഇന്റൻഷൻ എന്താണ്, അതിന്റെ ഒരു ഡിസയർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രോസസ് ആണിത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളും വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിക്നെസ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എക്സെപ്ഷണൽ ആക്കി മാറ്റാൻ ഈ ഒരു കാര്യം, ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.